ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് HSA സോഷ്യൽ സയൻസ് സിലബസിനകത്തുള്ള ആദ്യത്തെ മൊഡ്യൂളിലെ വേൾഡ് വാർ, ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് UNO. അതിൻ്റെ വേൾഡ് വാറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പോയി കാണാം. അതിനുശേഷം ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് UNO, ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം ലീഗ് ഓഫ് നേഷൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അതായത് UNOയ്ക്ക് മുന്നേ രൂപീകൃതമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയായിരുന്നു വേഴ്സായി ഉടമ്പടി. 1919 ഒപ്പുവെച്ച വേഴ്സായി ഉടമ്പടിയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പം ആ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ്, ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വേഴ്സായി ഉടമ്പടിയാണ്. 1919 വേഴ്സായി ഉടമ്പടിയാണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി ഈ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. എന്താണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്? വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പം വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച പാരീസ് അന്താരാഷ്ട്ര സമ്മേളനമാണ് 1918 ജനുവരി 8 നടക്കുന്നത്. അതിലും ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ തന്നെയാണ് 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി വേഴ്സായി ഉടമ്പടിയാണ് 1919. പിന്നെ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ ആണ്. അദ്ദേഹം ലീഗ് ഓഫ് നേഷന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ 14 നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നതും വുഡ്രോ വിൽസണുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് അവതരിപ്പിച്ച പാരീസ് അന്താരാഷ്ട്ര സമ്മേളനമാണ് 1918 ജനുവരി 8 നടന്ന സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യം ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് ജനീവയിലാണ് ആദ്യത്തെ പൊതുസമ്മേളനം നടക്കുന്നത്. അത് 1920 ജനുവരി 16 ജനീവയിൽ ആദ്യ പൊതുസമ്മേളനം ലീഗ് ഓഫ് നേഷൻസിൻ്റെ നടക്കുന്നത്. ഈ സഖ്യത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ജനീവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനീവയാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന പേരാണ് കവനന്റ് എന്ന് പറയുന്നത്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നതാണ് കവനന്റ് എന്ന് പറയുന്നത്. ഇനി സഖ്യത്തിൻ്റെ ആദ്യ സെക്രട്ടറി ജനറലാണ് ജെയിംസ് എറിക് ഡ്രമൻഡ് എന്ന് പറയുന്നത്. ജെയിംസ് എറിക് ഡ്രമൻഡ് ആണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അവസാനത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സീൻ ലെസ്റ്റർ ആണ് അവസാനത്തെ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഇനി സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലായിരുന്ന പ്രമുഖ രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. എന്താണ്? സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലായിരുന്ന പ്രമുഖ രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ഈ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അംഗമല്ലാതിരുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ഇനി ഐക്യരാഷ്ട്രസഭയുടെ, അതായത് UNOയുടെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ മുൻഗാമിയായിട്ട് കരുതപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടന കൂടിയാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നത് 1919 1920
അതിൻ്റെ ആദ്യ പൊതുസമ്മേളനം നടക്കുന്നത് 1920 ജനുവരി 10-നാണ് അത് രൂപീകരിക്കുന്നത്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. സഖ്യം നിലവിൽ വരുന്നത് 1920 ജനുവരി 10-നാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വേഴ്സായി ഉടമ്പടി പ്രകാരം രൂപീകൃതമായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനയാണ്. അതിനുശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനൊക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിട്ടത് എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് 1946 ഏപ്രിൽ 20-നാണ് ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിടുന്നത്. 1946 ഏപ്രിൽ 20-നാണ് ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിടുന്നത്. ഓക്കെ, ഇതാണ് ലീഗ് ഓഫ് നേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് രൂപീകൃതമായത്, ഏത് ഉടമ്പടിയാണ് അതിന് കാരണമായിട്ടുള്ളത്, അതിൻ്റെ ആദ്യത്തെ സമ്മേളനം എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ തലസ്ഥാനം എവിടെയാണ്, ഭരണഘടന എന്ത് പേരിലാണ് അറിയപ്പെടുന്നതും, ആ ഒരു ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭ എന്ന് പറയും. ഓക്കെ, ഈ ഒരു ആശയം, അതായത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ലീഗ് ഓഫ് നേഷൻസിൻ്റെ രൂപീകരണത്തിന് കാരണമായത് വേഴ്സായി ഉടമ്പടിയാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ്? അറ്റ്ലാന്റിക് ഉടമ്പടിയാണ്. അറ്റ്ലാന്റിക് ചാർട്ടറാണ് ഏത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്. അത് 1941 ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും കൂടി ഒപ്പുവെച്ചിട്ടുള്ള ഒരു ചാർട്ടറാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. അതാണ് എന്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത്? UNOയുടെ രൂപീകരണത്തിന് കാരണമായത്. അപ്പോൾ ആ വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് കൂടി നോട്ട് വെക്കുക. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, അദ്ദേഹമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതേപോലെ വിൻസ്റ്റൺ ചർച്ചിൽ, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു ചാർട്ടർ ഒപ്പുവെക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം 1942 വാഷിങ്ടണിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ഈ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? യാൾട്ട കോൺഫറൻസും അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. യാൾട്ട കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? ഉക്രൈനിലാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു UN രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണം തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ്. അത് നടക്കുന്നത് ഉക്രൈനിലാണ്. ഇനി UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം ഏതാണ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1900 UN ചാർട്ടർ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സമ്മേളനമാണ് 1944 വാഷിങ്ടൺ DC എന്ന് പറയുന്നത്. വാഷിങ്ടൺ DC ആണ് അതിന് കാരണമായിട്ടുള്ള UN ചാർട്ടർ, അതായത് നേരത്തെ പറഞ്ഞ അറ്റ്ലാന്റിക് ചാർട്ടർ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. UN ചാർട്ടറിന് രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സമ്മേളനം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആസ്ഥാന മന്ദിരമാണ് മാൻഹട്ടൻ. ന്യൂയോർക്കിലെ മാൻഹട്ടനാണ് ഇതിൻ്റെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത്. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി UNOയുടെ ആപ്തവാക്യം എന്താണ്? UNOയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം. ഇത് നിങ്ങളുടെ ലോകം എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം ജനീവയിലാണ്. ഇനി ഇതിൽ അംഗമില്ലാതിരുന്ന ഏഷ്യൻ രാജ്യം നോട്ട് ചെയ്യുക. ഏഷ്യൻ രാജ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തായ്വാനാണ്. ഓക്കെ, ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് തായ്വാനാണ്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് അതിൽ 29ാമത്തെ രാജ്യമാണ്. അത് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത്, ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത പാർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതിനകമല്ലാത്ത ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് തായ്വാനാണ്. ഇനി ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 24 നോട്ട് ചെയ്യുക. എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1944 ഒക്ടോബർ 24 UNO നിലവിൽ വരുന്നത്. അതിൻ്റെ പതാകയുടെ നിറമാണ് ഇളം നീല നിറം. ഇളം നീല നിറമാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി സഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ഏത് വർഷമാണ്? 1948 ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അതിന് ഇതായിട്ടാണ് നമ്മൾ ഡിസംബർ 10 മൗലികാവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഓക്കെ, ഇനി UN ദിനം. UN ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 24 കാരണം 1945 ഒക്ടോബർ 24 അത് നിലവിൽ വരുന്നത്. അപ്പം UN ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 24. ഇനി UN ചാർട്ടറിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? UN ചാർട്ടറിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫീൽഡ് മാർഷൽ സ്മർട്സ്. ഓക്കെ, ഫീൽഡ് മാർഷൽ സ്മർട്സ് ആണ് UN ചാർട്ടറിൻ്റെ മുഖ്യ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങൾ 193 അംഗങ്ങളാണ് അതിലുള്ളത്. അതിൽ അവസാനമായിട്ട് അംഗമായിട്ടുള്ള രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദക്ഷിണ സുഡാനാണ് അവസാനമായിട്ട്, അതായത് 2011 ജൂലൈ 14 ദക്ഷിണ സുഡാൻ അതിൽ അംഗമാകുന്നത്. അപ്പം 193 രാജ്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഇപ്പോൾ നിലവിലുള്ള ജനറൽ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട 3 ചോദ്യങ്ങളാണ്. ഒന്ന്, UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ UN സർവകലാശാല, UN സമാധാന സർവകലാശാല. ഇത് 3ഉം പലപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നോട്ട് ചെയ്യുക. ഫസ്റ്റ് UN ലൈബ്രറി എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. അതേസമയം UN സർവകലാശാല എന്ന് പറയുന്നത് ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാലയാണ് കോസ്റ്ററിക്കയിൽ. ഓക്കെ, കോസ്റ്റാറിക്കയിൽ UN സമാധാന സർവകലാശാല എന്ന് പറയും. ഓക്കെ, ഇനി ഇന്ത്യയിലുള്ള UN ഇൻഫർമേഷൻ സെൻറ്റർ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള UN ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കറിയാം UN അതായത് ഐക്യരാഷ്ട്രസഭയ്ക്ക് പൊതുവായിട്ട് 6 ഘടകങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്, അതായത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം നിലച്ചു. അപ്പം ഇപ്പോൾ നിലവിലെന്ന് പറയുന്നത് 5 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ UNക്ക് പൊതുവെ 6 ഘടകങ്ങളുണ്ട്. അതിൽ 5 ഘടകങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളൂ. അത് ഏതൊക്കെയാണ്? പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, അതുപോലെ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് എടുത്തു മാറ്റിയത് അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായത്, അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ഇങ്ങനെ 5 ഘടകങ്ങളാണുള്ളത്. ഓക്കെ, ഒന്നുകൂടി പറയാം. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അതിൽ നിന്നും എടുത്തു കളഞ്ഞു. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട്, ഈ പൊതുഘടകങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു 6 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ആദ്യം UNAയുടെ ഏറ്റവും വലിയ ഘടകം. UNAയുടെ ഏറ്റവും വലിയ ഘടകം ഏതാണ്? പൊതുസഭയാണ്. പൊതുസഭയാണ് UNAയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊതുസഭ വിശേഷിക്കപ്പെടുന്ന പേരുകളാണ്. ഒന്ന്, ലോക പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ UN കാര്യവിചാരണ സഭ. നോട്ട് ചെയ്യുക, കാര്യവിചാരണ സഭയാണ്, അല്ലാതെ കാര്യനിർവഹണ വിഭാഗമല്ല. പലപ്പോഴും തെറ്റാറുള്ളതാണ്. UN കാര്യവിചാരണ സഭ. അതുപോലെ UN നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി എന്നൊക്കെ അറിയപ്പെടുന്ന UNAയുടെ ഘടകമാണ് പൊതുസഭ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലോക പാർലമെൻറ്റ്, UN കാര്യവിചാരണ സഭ, UN നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി, പൊതുസഭ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പൊതുസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് പോൾ ഹെൻറി സ്പാർക്ക്ബൻ എന്ന് പറയുന്നത്. പോൾ ഹെൻറി സ്പാർക്ക്ബൻ ആണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ UNAയുടെ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, പോൾ ഹെൻറി സ്പാർക്ക്ബൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്നും UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. എന്താണ്? ഇന്ത്യയിൽ നിന്നും UN പൊതുസഭയുടെ ഏതിൻ്റെ പ്രസിഡന്റ് ആയിട്ടാണ്? പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് വന്ന ആദ്യ വ്യക്തിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. അവർ തന്നെയാണ് പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് അതിൻ്റെ വനിതാ പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ഇവർ തന്നെയാണ്, വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ് പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്.
UNAയുടെ കാര്യനിർവഹണ വിഭാഗം, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് ദി UN, എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് ദ UN അത് എന്നൊക്കെ അറിയപ്പെടുന്ന ഘടകമാണ് രക്ഷാസമിതി എന്ന് പറയുന്നത്. എന്താണ്? UNAയുടെ കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, പൊതുസഭ എന്ന് പറയുന്നത് കാര്യവിചാരണ സഭയായിരുന്നു, ഇവിടെ കാര്യനിർവഹണ വിഭാഗം. അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് ദ UN എന്നൊക്കെ അറിയപ്പെടുന്ന ഘടകമാണ് രക്ഷാസമിതി എന്ന് പറയുന്നത്. ഇനി 2011 UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായിട്ടുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2011 UN രക്ഷാസമിതിയിലുള്ള താൽക്കാലിക അംഗമായ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഇനി UNന്റെ രാഷ്ട്രീയേതര സംഘടനയാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. അതായത് UNന്റെ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. അതിലെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അതിൻ്റെ UNയുടെ രാഷ്ട്രീയേതര സംഘടന എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി UNAയുടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനരഹിതമായ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ഓക്കെ, ഇപ്പം നിലവിൽ 5 ഘടകമാണ് ഉള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്നത് സെക്രട്ടേറിയറ്റാണ് ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥാപിതമായ വർഷമാണ് 1945. അതിൻ്റെ ആസ്ഥാനമാണ് ഹേഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഘടകമാണ്. അപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥാപിതമാകുന്നത് 1945. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹേഗാണ്. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹേഗാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായിട്ടുള്ളത് ജസ്റ്റിസ് BN റാവു ആണ്. ഇന്ത്യയിൽ നിന്നും ആദ്യമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായിട്ടുള്ളത് ജസ്റ്റിസ് BN റാവു ആണ്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ. ആരാണ്? നാഗേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, നിലവിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനാണ് ദൽവീർ ഭണ്ഡാരി. ഓക്കെ, ദൽവീർ ഭണ്ഡാരി നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനാണ് ദൽവീർ ഭണ്ഡാരി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? നാഗേന്ദ്ര സിംഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്ത് ലീഗ് ഓഫ് നേഷൻസും ഇന്ത്യയും, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനും ഇന്ത്യയും, അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ HSIയുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ HSI സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് പ്ലേലിസ്റ്റിൽ പോയിട്ട് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള മിക്ക ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്കിനി കുറച്ച് ടോപ്പിക്ക് മാത്രമേ എടുക്കാനുള്ളൂ. 1-2 ടോപ്പിക്ക് മാത്രമേ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നിന്നും എടുക്കാനുള്ളൂ. അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിനകത്ത് HSI സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തും മൊഡ്യൂൾ ഫസ്റ്റിലെ മിക്ക ടോപ്പിക്കുകളും ഇട്ടിട്ടുണ്ട്, അത് കാണുക. അപ്പം HSI സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ടിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. താങ്ക് യു.